നമ്മുടെ കാഴ്ചപ്പാടിൽ ജീവിതം എന്ന് പറയുന്നത് വിവാഹം കഴിക്കുക, കുട്ടികളുമായിട്ട് ജീവിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് വേറിട്ട് സഞ്ചരിച്ച ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ സ്വീകരിക്കുന്ന ആളുകൾ. മഹർഷീശ്വരന്മാരും അങ്ങനെയൊക്കെ ഉള്ളവർ എന്താണ് ആ എനർജിയൊക്കെ സ്വീകരിച്ചവരാണ്. അപ്പം എത്രയോ ആളുകൾ വിവാഹം കഴിക്കാതെയും ജീവിക്കുന്നുണ്ട്. പക്ഷെ അതിനെ ടീച്ചർ പ്രോത്സാഹിപ്പിക്കുകയല്ല. ഒരു ഗൃഹസ്ഥാശ്രമിക്ക് നല്ല രീതിയിൽ പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റും. അവർക്ക് 4 ആശ്രമങ്ങളുണ്ട്. അപ്പൊ അവർക്ക് ആ ഒരു ഗാർഹസ്ഥ്യം പിന്നീട് വാനപ്രസ്ഥം സന്യാസത്തിലേക്ക് കടക്കാൻ പറ്റും, ആദ്യത്തെ അവരുടെ ഒരു ഘട്ടം കഴിഞ്ഞാൽ. അപ്പം ഏറ്റവും അധികം അവരാണ് യജ്ഞം ചെയ്യുന്നവർ. കാരണം കുടുംബത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തും അവർക്ക് വേണ്ടി അവർ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും അവരുടെ സ്വന്തം വീട്ടുകാർക്ക് കൊടുക്കുക. അപ്പം അത്രയും കാരുണ്യത്തോടെ അവർ നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുന്നവരാണ് ഗൃഹസ്ഥാശ്രമികൾ. അപ്പോൾ അവർക്ക് നല്ല പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റും. സന്യാസികൾക്ക് അതിൻ്റെ കാര്യമൊന്നുമില്ല, ആരുമായിട്ട് സംഘമില്ലല്ലോ, അവർ അറ്റാച്ച്മെൻറ്റുകളെ ഇല്ല. പക്ഷേ ഇത് നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് നിന്നുകൊണ്ടാണ് ഈ യജ്ഞം ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയാകുമ്പം നമുക്ക് അവരെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം. എന്നാലേ നമുക്ക് ഒരു 60 വയസ്സിന് ശേഷമൊക്കെ നമ്മൾ വാനപ്രസ്ഥം എല്ലാം ഉപേക്ഷിച്ച് പോകണം എന്നുള്ളതാണ് മുമ്പുള്ള ആൾക്കാർ ചെയ്തിരുന്നത്.